ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി ഗെയിമൊക്കെ നടത്തിയിട്ട്, അത് ഒരുപാട് നാളായി സുഹൃത്തുക്കളെ നമ്മൾ ഗെയിമൊക്കെ നടത്തിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കൊരു ഗെയിം നടത്തിക്കൂടാ. അങ്ങനെ ഞാൻ കുറേ ആലോചിച്ച് കുറേ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ കണ്ടുപിടിച്ച ഒരു ഗെയിമാണ് സുഹൃത്തുക്കളെ, ഹൂ നോ മീ ബെറ്റർ. നമ്മളൊന്നും സെർച്ച് ചെയ്തുമില്ല, നോക്കിയതുമില്ല. അയ്യോ, ഇത് നമ്മൾ മുമ്പേ ചെയ്തിട്ടുള്ള അതല്ലേ. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ പച്ച. അപ്പൊ അമ്മ ആദ്യം പറയുകയാണെങ്കിൽ അമ്മ ജയിച്ച്, അച്ഛൻ ആദ്യം പറയണെങ്കിൽ അച്ഛൻ ജയിച്ച്. മനസ്സിലായില്ലേ? എന്റെ ഇഷ്ടം കണ്ടുപിടിക്കുന്ന ഒരു കളിയാണിത്. അപ്പൊ എല്ലാവർക്കും അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഹൂ നോ മീ ബെറ്റർ. അതെ, എന്നെ പറ്റി ആർക്കാണ് കൂനോമി. നമ്മൾ കൂനോമി എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച ഓർമ്മയില്ല? അത് പണ്ട് ഭയങ്കര ചിരിയല്ലായിരുന്നു, നമ്മൾ എന്തോ ചിരിയായിരുന്നു അല്ലേ? കണ്ട ഇതുപോലെയൊക്കെ ഇരുന്ന് ചിരിച്ച വരച്ചത്. അതാണ്ട് ഇപ്പൊ ഇരിക്കുന്നതല്ലേ, ചത്തിട്ട് റീത്ത് വെച്ച ചിരിയാ അമ്മയെ പോലെ. അച്ഛന് മൊത്തത്തിലൊരു ക്ഷീണമായിരുന്നു കുറച്ച് ദിവസത്തേക്ക്. ഇവിടെ വന്നിരുന്ന സമയത്തും ഭയങ്കര ഒരു ക്ഷീണമായിരുന്നു. എന്ത് പറ്റി? എന്താണ് ഒരു ക്ഷീണത്തിന് കാരണം? ഉത്സവമായിരുന്നു. ഉത്സവം കഴിഞ്ഞ് മയറുളക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പിരിവൊക്കെ കിട്ടിയോ? മൂക്കൂത്തിയൊക്കെ അങ്ങ് തിളങ്ങുക. ഇതെന്തിനാ നെറ്റി വെട്ടി ചോര വരുന്നോ? സ്റ്റൈലാണ്. ഇല്ല, സിന്ദൂര. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കല്യാണം കഴിഞ്ഞ് സിന്ദൂരം ഇടുന്നതിന്റെ ഒരു ഐതിഹ്യം എന്താണ്? അത് ദീർഘ സുമംഗല്യായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. മിഞ്ചി ഇടുന്നത് അതിനാണോ? അതും അതിനു വേണ്ടിട്ടാ. അച്ഛനൊന്നും ഇല്ലേ? അച്ഛൻ നമ്മക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലേ? ഓ ബൈ ദ ബൈ, എന്റെ കറങ്ങുന്ന കസേര കേട്ടോ കേട്ടോ. ഇതിൽ കയറി അച്ചാതിരുന്നില്ല, ഞാൻ കൊടുത്തില്ല. അതെന്റെ നമ്മളെ മാത്രമല്ല, താഴെ എടുക്കൂ, പൊക്കി കാണിച്ചു കൊടുക്കും. ഇവ 24 മണിക്കൂർ എന്തെങ്കിലും സാധനം എടുത്ത് വായിട്ട് ചോദിക്കും. അപ്പൊ നിങ്ങളുണ്ടോ ഗെയിമില്? നിങ്ങൾ ഗെയിം കച്ചുന്നോ? ഏത് ഭാഷ? കൊച്ചുത്തേട്ടന്റെ ഇഷ്ടം അറിയാവോ? അയ്യേ, ഭയങ്കര അനുസരണയാണ് കേട്ടോ. അവൻ പുറത്ത് പോയി മൂത്രം ഒഴിക്കാൻ പറഞ്ഞാൽ മൂത്രം ഒഴിക്കും. അവന് തോന്നാ, പക്ഷെ മൂത്രം ഒഴിക്കണമെങ്കിൽ അവനങ്ങോട്ട് വെക്കും. മക്കളെ ഭയങ്കര ബുദ്ധിയായിട്ട് ചിന്തിച്ച് പറയാനുള്ള ഒരു ഗെയിമാണ്. PSC പരീക്ഷയ്ക്ക് നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ 1000 രൂപയ്ക്കുള്ള ആദ്യത്തെ ചോദ്യം. പൈസ ഉണ്ട്? പൈസ വേറെ ആരെങ്കിലും തരും, എൻ്റെ എല്ലാം ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചൈൽഡ്ഹുഡ് ഗെയിം നിങ്ങൾ ഒരു പെട്ടെന്ന് പറയണം കേട്ടോ. ഒരുമിച്ച് രണ്ടുപേരും പറയണോ? ഇതിപ്പോ അച്ഛൻ പറയണം, അമ്മ പറയണം. ആദ്യം ആരാണോ പറയുന്നത് അവര് ജയിക്കും. ചൈൽഡ്ഹുഡ് ഗെയിം എന്ന് പറയുമ്പോഴത്തേനും മറ്റേ ക്രിക്കറ്റും ഫുട്ബോളും സംഭവമല്ല. നമ്മള് തലപ്പന്ത് കളി, എറുപ്പന്ത്, നമ്മളെ കുട്ടിക്കളികളില്ലേ, അങ്ങനെ ഒരു സംഭവം. കുഞ്ഞിലെ ഞാൻ കളിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളി. വണ്ടി ഉണ്ടാക്കി കളിക്കുന്നത് അതല്ല. ഇവിടെ നമ്മള് ചെറുക്കന്മാരെല്ലാരും കറക്റ്റാ. ഞാൻ ഗോലി കളിയെ ഉദ്ദേശിച്ചത്. ഞാനും വന്ന് കളിക്കുമായിരുന്നു. കുഴി കുത്തിയിട്ട് ഞങ്ങള് ഗോട്ടി കളിക്കുമായിരുന്നു. നല്ല രസമല്ലേ ഗോട്ടി കളി? ഇപ്പൊ എത്രയെങ്കിലും വർഷമായി ഗോട്ടി കളിയൊക്കെ കളിച്ചിട്ട്. ശരിക്കും ഗോട്ടി അച്ഛനറിയായിരുന്നു. നമ്മൾ കുഴി കുത്തി കളിച്ചാലോ രാത്രി തൊട്ടല്ലേ? അപ്പൊ ഗൈസ്, അച്ഛൻ ഒരു പോയിന്റ് കൂട്ടിക്കോണേ, അല്ലെങ്കിൽ ഞാൻ കൂട്ടാം. അമ്മ ലാസ്റ്റ് അലിമ്പ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. പണ്ട് ഞാൻ അച്ഛൻ്റെ ഒരു മൊബൈല് അടിച്ചു പൊട്ടിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ അച്ഛന്? അത് ഏത് മൊബൈലായിരുന്നു? നോക്കിയ. അമ്മ ആദ്യം പറഞ്ഞ. അമ്മ ജയിച്ചു കേട്ടോ. എലി വിട്ടു കൊടുക്കൂല. പണ്ടത്തെ കാലത്തോട്ട് പോവും. അപ്പൊ ഇത് അച്ഛൻ പറഞ്ഞാലും ഞാൻ മറക്കത്തില്ല. അന്ന് ചന്തിക്ക് നല്ല കീറണീ കിട്ടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ മറക്കത്തില്ല. എന്തിനാന്നറിയാമോ, എനിക്ക് പണ്ടേ കുറച്ച് ഈ ക്യൂരിയോസിറ്റി കൂടുതൽ. എനിക്ക് ഈ ഫോണിനകത്ത് എന്താണ് ഇരിക്കുന്നത് അറിയാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാ കാര്യത്തിലും എങ്ങനെയായിരുന്നു, കുറച്ച് ഈ ആകാംക്ഷ കൂടുതലുള്ള കുട്ടിയായിരുന്നു. ഞാനാണെങ്കിൽ ടച്ചിന്റെ ഫോൺ ആദ്യമായിട്ട് കാണുക. അപ്പൊ ഇതിനകത്ത് ഞെക്കുമ്പോ കളർ മാറുന്നു, വേറെ പടമൊക്കെ വരുന്നത്, വൻ സെറ്റപ്പ് ഈ ഫോണില്. അങ്ങനെ ഇതിന്റെ അകത്ത് എന്തുവാന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി. അങ്ങനെ ഞാൻ കൊണ്ടുപോയി രാത്രിയിലും കണ്ടത് ഇടിച്ചു പൊട്ടിട്ട്. ഞാനും അറിയുന്നില്ല സംഭവം. എന്നിട്ട് ഞാൻ വീട്ടില് ആ ബാറ്ററി മാത്രം ഇളക്കി എടുത്തിട്ട് ഞാൻ വീട്ടിനകത്ത് കൊണ്ട് വെച്ചിരുന്നു. അച്ഛൻ രാവിലെ എണീറ്റ് ബാറ്ററി മാത്രം ഏട്ട് ഞാൻ പോയിക്കിട്ട് സുഖമായിട്ട് ഇറങ്ങി. രണ്ടുപേർക്ക് ഒന്നേ സീറോ മാറ്റിയേ ഒന്ന്. കുഞ്ഞിലെ എനിക്ക് ഒരു കാര്യം ഭയങ്കര പേടിയായിരുന്നു. അത് എന്തുവായിരുന്നു? പള്ളി ബാങ്ക് വിളിക്കുന്നത് ഓക്കെ, പക്ഷെ വേറൊരു പേടിയും കൂടെ ഉണ്ട് എനിക്ക്. പേടിയാ? എനിക്കത് ഭയങ്കര തലയെ കൂടെ ബന്യ ഊരുന്നത്. അച്ഛൻ പറഞ്ഞ കക്കൂസി അതും പേടിയായിരുന്നു പണ്ട് എനിക്ക്. ഞാൻ ഒറ്റയ്ക്ക് ബാത്റൂമിൽ പോകത്തില്ലായിരുന്നു. അമ്മ വന്ന് സൈഡിൽ വന്ന് നിക്കണമായിരുന്നു. രാത്രിയില് മാത്രമേ ഉള്ളൂ. രാത്രി സന്ധ്യ കഴിഞ്ഞാൽ കൊച്ചുവിന്റെ പുറത്തിറക്കത്തില്ല, പേടിയാ. അപ്പൊ ഇതിൽ ആരാ പറഞ്ഞു? അമ്മ ചേച്ചി കേട്ടോ. അച്ഛൻ പറഞ്ഞ കക്കൂസി പോരുന്ന. ശരി, അമ്മയ്ക്ക് 2, അച്ഛൻ 1. കുഞ്ഞിലെ എനിക്കൊരു സംഭവം യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മക്ക് ഡൗട്ടേ ഇല്ലായിരുന്നു. എനിക്ക് പണ്ട് നിക്കർ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എത്ര പ്രാവശ്യം ആശ ചേച്ചി ഒന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ എനിക്കിഷ്ടല്ല ചുമ്മാ ഓരോ ആടയാഭരണങ്ങൾ. എന്റെ 10th മാർക്ക് 7A+. തെറ്റ്. അച്ഛൻ
6A+. മിണ്ടാരി അമ്മയുടെ ഉത്തരം കഴിഞ്ഞു. 1 6A+. കറക്റ്റ് ആൻസർ. അയ്യോ 7, 6, 8. ഒരെണ്ണേ പറയാൻ പറ്റൂ. കൊച്ചിലെ കാര്യം ചോദിച്ചു അച്ഛൻ തോക്കും. കാര്യം എന്ന് വെച്ചാലേ അച്ഛൻ രാവിലെ ജോലിക്ക് പോകത്തില്ല, ഏറ്റവും കൂടുതൽ ഞങ്ങൾ. അത് ശരിയാട്ടോ, കുഞ്ഞിലത്തെ കാര്യം ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അമ്മയ്ക്കാണ്. കാരണം 24 മണിക്കൂർ എൻ്റെ കൂടെ അമ്മയല്ലേ. അച്ഛൻ രാവിലെ ജോലിക്ക് പോകുന്നത് അച്ഛന് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല കേട്ടോ, അങ്ങനെയുണ്ട്. പണ്ട് കുറെ ചോദിച്ച് തീർന്ന എൻ്റെ സ്റ്റോക്ക്. ഇതിനെ റിപ്പീറ്റഡ് ആണോ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടാ. ഞാൻ ചുമ്മാ അങ്ങ് പറഞ്ഞങ്ങ് പോവുക. ഇവർക്ക് ഓർമ്മയില്ല, അത് വേറെ കാര്യം. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അറിയാലോ, അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നാലും പറഞ്ഞാണ് ചുമ്മാ ഒന്ന് പറഞ്ഞാണ്. അച്ഛൻ അറിയത്തില്ല എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അറിഞ്ഞൂടെ വെച്ചാ ഗെയിമില്ല, ഗെയിം നിർത്തി പോ. അത് എളുപ്പം ഓർമ്മിക്കൂല. ഇവിടെ എല്ലാരെയും കാര്യങ്ങളും ഡേറ്റും മറ്റു കാര്യങ്ങളും എല്ലാം അറിയാൻ എല്ലാരെയും കാര്യം ഡേറ്റ് ഒന്നും അച്ഛൻ ഓർത്തിരിക്കുന്നില്ല. അച്ഛന്റെ ആയാലും അമ്മയുടെ ആയാലും എല്ലാവരെയും നാളുകള് എല്ലാം അറിയാം, എല്ലാവർക്കും എല്ലാം അറിയാവുന്ന. അത് പക്ഷേ ഭയങ്കര മെമ്മറി പവറാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ക. അല്ലാതുള്ളതൊക്കെ മറന്നു. അച്ഛൻ്റെ ഞാൻ പറഞ്ഞ 1900 എനിക്ക് അറിഞ്ഞൂടാ. 15/5/1976. അച്ഛന്റെ നാളൊക്കെ എനിക്കറിയാം. രോഹിണി അല്ല റോഹിണി എന്ന്, രോഹിണി പോലും പഠിച്ചു വെച്ചോണം കേട്ടല്ലേ. 25/4/2000 കേട്ടോ, മറക്കല്ലേ. നാളെന്തുവാ? നാള് അതുണ്ട്. അതുകൊണ്ട് അത് ടാങ്ക് അതിനകത്ത് പോയി ഒളിച്ചിരി. ഇപ്പൊ പറഞ്ഞ് തൃശ്ശൂർ പൂരത്തിലുണ്ട്. പൂരമല്ല, കമ്പക്കെട്ട്, പൂരാടം. അച്ഛനൊന്നും അറിഞ്ഞൂടാ ഇതിനെ പറ്റി. എന്റെ നാളറിയാം. അമ്മയുടെ ചോദിച്ചു പഠിക്കും. എടാ ഇങ്ങ പാടാ. എടാ കണ്ട ഒന്നും അറിയത്തില്ല, കൊരക്ക് ഫ്രണ്ടിലോട്ട് പോയിട്ട്. ഇതിലാരെ ഞാൻ ചോദിച്ചില്ലല്ലോ, ഇത് ക്വസ്റ്റ്യൻ അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ. നമ്മൾ ലാസ്റ്റ് കണ്ട മൂവി. പെട്ടെന്ന് പറ. രണ്ടെണ്ണത്തിന് റിലേ കുറവാണ് കേട്ടാ. കുറച്ചുകൂടെ കഴിഞ്ഞ് ഇവൻ പറഞ്ഞു. അമ്മയ്ക്ക് 4, അച്ഛന് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ചിലപ്പം അറിയാവുന്നത് അമ്മയ്ക്കായിരിക്കും, എന്നാലും അച്ഛനും പറയാം. പണ്ട് ഞാൻ നാടൻ പാട്ടിന് പോയത് ഓർമ്മയുണ്ട് അമ്മയ്ക്ക്. അതിന് പോയിട്ട് എനിക്കൊരു സമ്മാനം കിട്ടിയായിരുന്നു. അതെന്തുവായിരുന്നു? ഗ്ലാസ് ആയിരുന്നു. ചെറിയൊരു ട്രോഫി. ട്രോഫി ഒന്നും എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. എവിടെ ഇരിക്കുന്ന ട്രോഫി? സർട്ടിഫിക്കറ്റ്, ഒരു കിണ്ണോ ഗ്ലാസ് എന്തായിരുന്നു തോന്നുന്നു. കറക്റ്റ്. കിണ്ണി കറി വരുന്ന കിണ്ണി കിട്ടിയായിരുന്നു എനിക്ക്. എനിക്ക് ആകെ ആ ഒരു സമ്മാനം കിട്ടുള്ളൂ. പിന്നെ അതൊന്ന് ഷോക്കേഴ്സിൽ വെക്കാൻ കൊള്ളാത്തോണ്ട് അമ്മ കൊണ്ട് അടുക്കള വെച്ച് ചെറിയൊരു ട്രോഫി അപ്പുറത്തെ വീട്ടിൽ വെച്ച്. ഈ പോച്ച എനിക്ക് ട്രോഫി കിട്ടിയിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് കിട്ടിയിട്ടില്ല. അതിന് ഞാൻ വല്ലത്തിനും പങ്കെടുക്കണ്ടേ. ഇന്ന് മെയിൻ നാടൻ പാട്ട് എന്തുവായിരുന്നു? കൈതോല പായ വിരിച്ച് ഇല്ലേ? എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു. താനാരോ തന്നാരോ താനാരോ തന്നാരോ. അതിന്റെ മൊത്തം പാടുള്ളൂ. പാളയൊക്കെ തൊപ്പിയൊക്കെ ഉണ്ടാക്കി കെട്ടി താനാരോ കയ്യിലേക്ക് കൊടുത്ത്. അതിൽ മെയിൻ ആയിട്ട് ഒരു കുട്ടിയുണ്ട്. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ സെന്ററിൽ മൈക്കുണ്ട്. ഒരു മൈക്കേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാ. ഞങ്ങൾ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഫ്രണ്ട് ഇരിക്കുന്ന ആൾക്ക് ട്രോഫി, ഞങ്ങൾക്ക് എല്ലാം കിണ്ണി. അതൊരുപടിയാ. ഞങ്ങളും പാടുന്ന പാട്ട് തന്നെ. പക്ഷെ ഞങ്ങൾക്ക് താനാരോ തന്നാരോ മാത്രമേ ഉള്ളൂ. വേറൊരു കാര്യം എന്ന് വെച്ചാൽ കിണ്ണി കൊണ്ട് ഉപയോഗമില്ലേ. നമുക്ക് ആ കിണ്ണിയിൽ കറി ഊരി കൊണ്ടുവച്ച് തിന്നാം. അല്ലെങ്കിൽ നമുക്ക് പായസം കിട്ടുമ്പോൾ ആ കിണ്ണി നേരത്തെ നമുക്ക് തിന്നാം. പക്ഷെ ഈ ട്രോഫിയിലിട്ട് എന്ത് ചെയ്യാനാ? അത് പറ്റില്ലല്ലോ. ഷോക്കേഴ്സിൽ കൊണ്ടുവയ്ക്കാം. എന്തായാലും ഒരു ബഹുമതി കിട്ടുന്നത് വലിയൊരു കാര്യം. അത് കിണ്ണി ആയാലും ശരി, എന്തായാലും നമുക്കൊരു സമ്മാനം കിട്ടും. നമ്മളത് ഹാപ്പി ആയിട്ട് സ്വീകരിക്കാം. സന്തോഷമാണ്. ആ കിണ്ണി ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ? ആ കിണ്ണി എടുത്തിട്ട് അവിടെ ഇരിപ്പുണ്ട്. ആരാ പറഞ്ഞത്? അമ്മയല്ലേ? എന്റെ പോയിന്റ് 5. രണ്ടുപേർക്കും ഇത് ഓർമ്മ കാണാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഡേറ്റ് പറയാൻ പറ്റുമോ? രണ്ടുപേർക്ക് അറിയില്ല. മന്തെങ്കിലും പറയാൻ പറ്റുമോ? 18 നവംബർ. ഒക്ടോബർ 18/10/2024. കറക്റ്റ്. അച്ഛനും പറഞ്ഞു മന്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അച്ഛന് ഡേറ്റ് കിട്ടിയില്ല. 6 പോയിന്റ് അമ്മയ്ക്ക്. അച്ഛൻ 2 ഉള്ളൂ. അച്ഛൻ ഇത്തിരി സ്ലോ ആവുന്നു. ഇനി കുറച്ച് കാര്യങ്ങളെ ഞാൻ അച്ഛനടുത്ത് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ മിണ്ടായിരിക്കാം. അങ്ങനെ ചോദിക്കട്ടെ. ഇത് ആലമ്പാവുന്നു. അച്ഛന് പെട്ടെന്ന് പറയാൻ. ഇപ്പൊ രാത്രിയാണോ പകലാണോ അച്ഛൻ?
അതായത് കുട്ടിക്കാലം തൊട്ടേ എൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ച എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള എൻ്റെ സുഹൃത്ത് അഹമ്മദ്. കറക്റ്റ്, അഹമ്മദ്. രണ്ടുപേരും ഒരേ കണക്ക് ഇരിക്കുമായിരുന്നു അഹമ്മദ്. ഞങ്ങൾ അങ്കമ്പാടി തൊട്ട് ഒരുമിച്ച് പഠിക്കുക. അങ്കമ്പാടി തൊട്ട് 10ാം ക്ലാസ് വരെ ഞാനും ഒരുമിച്ച്. ഞാൻ ഇവിടുന്ന് സൈക്കിൾ എടുക്കുന്നു, നേരെ അവൻ്റെ വീട്ടിൽ പോകുന്നു, അഹമ്മദിനെ പിക്ക് ചെയ്യുന്നു, ഞങ്ങൾ നേരെ സ്കൂളിലൊക്കെ പോകും, ട്യൂഷന് പോകും. എന്നിട്ട് വൈകിട്ട് തിരിച്ചു വരുന്നതും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അന്ന് എൻ്റെ ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലായിരുന്നു. എന്റെ നമ്പർ എനിക്കറിയത്തില്ല, പിന്നെ ഇനി നിന്റെ നമ്പർ എനിക്ക് ആ കൂടി ചേട്ടൻ്റെ നമ്പർ അറിയാൻ കാണാതെ. ഗൈസ്, അപ്പോൾ ഏകദേശം ക്വസ്റ്റ്യൻ ഒക്കെ തീർന്നിട്ടുണ്ട്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ട് അങ്ങ് നിർത്താം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാനും അമ്മയും കൂടെ ലാസ്റ്റ് ഒരു ഡാൻസ് എടുത്തായിരുന്നു. അത് ഏത് പാട്ടായിരുന്നു? അമ്മ പറഞ്ഞിരിക്കാതെ, അമ്മയല്ലേ കളിച്ചെൻ്റെ കൂടെ കണ്ട് പറ. പിന്നെ എന്തിരി എനിക്കറിയത്തില്ലേ പാടാ. അക്കമ്മക്ക അക്കമ്മക്കത്തിന് തീർന്നല്ലേ അക്കമ്മക്ക. രണ്ടുപേരും തോറ്റിരിക്കുന്നു അതിൽ. ഗൈസ്, അപ്പോൾ അച്ഛന് 3 പോയിന്റ്, അമ്മയ്ക്ക് 6 പോയിന്റ്. നിലവിൽ അമ്മയാണ് സുഹൃത്തുക്കളെ ജയിച്ചിരിക്കുന്നത്. ഒരു ക്ലാപ്പ് കൂടെ അടിച്ചോ. അപ്പൊ 3 പോയിന്റ് ആയിട്ട് അച്ഛനോട് ഒരു ക്ലാപ്പ്. അതെ, അപ്പൊ എനിക്കൊരു ക്ലാപ്പ്. അതെ, അപ്പൊ അത്രേ ഉള്ളു ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാ? വീഡിയോ അടിപൊളിയായിരുന്നു. നല്ലായിരുന്നു. കുറെ ഓർമ്മകളൊന്നും. അതെ, കുറെ നേരം ഇരുന്ന് സംസാരിച്ചപ്പോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇനിയുണ്ട് കൊറേയൊക്കെ അല്ലേ? കുറെ ഉണ്ട്. എന്തിനാ ചുമ്മാ വെറുപ്പിക്കുന്നത്? ഇത്രയും വെറുപ്പേര് മതി ഇന്ന്. അത് മാത്രമല്ല, ഇന്ന് നമ്മൾ പുറത്തൊക്കെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേന് ശരിക്കും നല്ലൊരു റിലാക്സിങ് ഫീൽ ഉണ്ട്. സുഹൃത്തുക്കളെ ഇഷ്ടപ്പെട്ടില്ലേ? ഗെയിം ഉള്ളായിരുന്നു. ഇനിയും വരാം പൂനോമിയായിട്ട്. അപ്പൊ അത്രേ ഉള്ളു ഗൈസ് ഇന്നത്തെ വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. ബൈ.